നമസ്കാരം. എല്ലാ ആത്മീയ ബന്ധുക്കൾക്കും ഇന്നത്തെ അധ്യായത്തിലേക്ക് സ്വാഗതം. 2026 ജൂലൈ മാസം 9-ാം തീയതി, അതായത് നാളെ വ്യാഴാഴ്ച ദിവസമാണ്. നാളത്തെ ദിവസത്തിൻ്റെ ഗ്രഹചാര ഗണിതത്തിലേക്ക് കടക്കുന്നതിന് മുൻപായി എനിക്ക് നിങ്ങളോട് ചില സത്യങ്ങൾ സംസാരിക്കാനുണ്ട്. അതായത് പ്രായം കൊണ്ട് ഞാനിപ്പോൾ 30കളിലാണെങ്കിലും എന്നെ ജ്യോതിഷത്തിൻ്റെ ആഴങ്ങളിലേക്ക് കൈപിടിച്ചുയർത്തിയത് പതിറ്റാണ്ടുകളിലധികം ക്ഷേത്രപരമായി അല്ലെങ്കിൽ ക്ഷേത്ര ശ്രീകോവിലിൻ്റെ പരിശുദ്ധിയിലും പഞ്ചാംഗ ഗണിതത്തിലുമൊക്കെ ജീവിച്ചു വന്ന ഒരു ബ്രാഹ്മണ ശ്രേഷ്ഠനായിരുന്നു. തപസ് പോലെ ജ്ഞാനത്തെ കൈകാര്യം ചെയ്യുന്ന വളരെ പാണ്ഡിത്യമുള്ള ഒരു വ്യക്തിയാണ്. അദ്ദേഹം പറഞ്ഞു തന്ന അറിവുകൾ വെച്ച് നോക്കുമ്പോൾ ജ്യോതിഷം എന്നതിന് കേവലം കുറച്ച് നാളത്തെ പുസ്തക വായന എന്നത് മാത്രമല്ല, നമ്മുടെ സാക്ഷാൽ ദേവാദിനാഥ, അതായത് പ്രപഞ്ചനാഥനായ ഭഗവാൻ പരമശിവൻ്റെ കൃപാകടാക്ഷത്താൽ മാത്രം നമ്മളുടെ ഹൃദയത്തിലേക്ക് വെളിപ്പെട്ട് കിട്ടുന്നതായ ഒരു വലിയ ഈശ്വരീയ ഗണിതം തന്നെയാണ് ഈ ജ്യോതിഷ ശാസ്ത്രം എന്ന് പറയുന്നത്. അപ്പോൾ പുരാതന താന്ത്രിക ഗ്രന്ഥങ്ങളായ വരാഹമിഹിരൻ്റെ ബൃഹത് ജാതകവും പരാശര ഹോരശാസ്ത്രവും വിശകലനം ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ നാളത്തെ ഫലങ്ങളിലേക്ക് നമ്മൾ കടക്കുമ്പോൾ, നാളെ ആകാശമണ്ഡലത്തിൽ രൂപപ്പെടുന്ന ഗ്രഹവിന്യാസം ഭൂമിയിലെ 9 നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ അതിശയിപ്പിക്കുന്ന ഭാഗ്യയോഗങ്ങൾക്ക് വഴി തെളിയിക്കുന്ന ഒരു ദിവസം തന്നെയാണ്. അപ്പോൾ കേവലം ഒരു ജാതകഫലം എന്നതിനപ്പുറം നമ്മുടെ ജീവിതത്തിൽ വരാൻ പോകുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ്, നാളത്തെ ദിവസം എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നത് ഈ അധ്യായത്തിലൂടെ ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുകയാണ്. അപ്പോൾ ഇത് പൂർണ്ണമായി കേൾക്കാനായിട്ടൊന്ന് ശ്രമിക്കുക. ഇത് നിങ്ങളുടെ ജീവിതത്തിനുള്ള വലിയ ഒരു വെളിച്ചമായിട്ട് തീർച്ചയായും മാറുന്നതാണ്. അതേപോലെ തന്നെ നമ്മുടെ പ്രേക്ഷകർക്കിടയിൽ എപ്പോഴും ഉണ്ടാകുന്ന വലിയൊരു സംശയമുണ്ട്, കമൻ്റായിട്ടൊക്കെ ചോദിക്കുന്നതാണ്. അതായത് നക്ഷത്രത്തിൻ്റെ സമയത്തെക്കുറിച്ചാണ് പലരുടെയും സംശയം. പലരും വിചാരിക്കുന്നത് ഭഗവാൻ സൂര്യൻ, അതായത് ആദിത്യൻ ഉദിക്കുമ്പോൾ ഒരു നക്ഷത്രം തുടങ്ങി അതേപോലെ വൈകുന്നേരമാകുമ്പോൾ അത് അവസാനിക്കും എന്നാണ് ഭൂരിഭാഗം ആളുകളും കരുതിയിരിക്കുന്നത്. എന്നാൽ അതൊരു തെറ്റായ, അതായത് അറിവില്ലാത്തത് കൊണ്ട്, അറിവില്ലായ്മ, ഓരോ കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് അറിവ് വേണമല്ലോ. അപ്പോൾ ചില കാര്യങ്ങളിൽ നമുക്ക് അറിവ് ഇല്ലാതെ വരുമ്പോൾ, അല്ലെങ്കിൽ അറിവില്ലായ്മ എന്ന് നമുക്കതിനെ പറയാം. അപ്പോൾ തെറ്റായ ഒരു ധാരണയാണ് പലർക്കും. നമുക്ക് ജ്യോതിഷപരമായ സംശയങ്ങൾ കൊടുക്കുമ്പോൾ അവരിങ്ങോട്ട് സമർത്ഥിക്കാറുണ്ട്, അല്ലെങ്കിൽ അവരുടെ നക്ഷത്രം ഇതാണല്ലോ. അപ്പോൾ നമ്മൾ പറയില്ല ഒരു ദിവസം 2 നക്ഷത്രങ്ങളൊക്കെ വരാറുണ്ടോ എന്ന് പറഞ്ഞാൽ ചില ആളുകൾ അതിനെ അങ്ങോട്ട് സമ്മതിച്ച് തരാറ് പോലും ഇല്ല. അപ്പോൾ പൗരാണികമായ ഗ്രന്ഥങ്ങളൊക്കെ വ്യക്തമാക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ പറയുകയാണ്, അപ്പോൾ ഒരു ദിവസം തന്നെ 2 നക്ഷത്രങ്ങളൊക്കെ വന്നു ചേരും. അപ്പോൾ ഞാനിത് വ്യക്തമാക്കി തരാം. നാളെ സൂര്യോദയ സമയത്ത് ആകാശത്ത് ഉള്ളത് അശ്വതി നക്ഷത്രമാണ്. അപ്പോൾ ഈ അശ്വതി നക്ഷത്രം നാളെ പകൽ മുഴുവൻ ഉണ്ടാകും. എന്നാൽ നാളെ രാത്രി 10:48 നക്ഷത്രം ആകാശമണ്ഡലത്തിൽ പൂർണ്ണ ശക്തിയോടെ നിലനിൽക്കുന്നതായ അശ്വതി നക്ഷത്രം 10:48 വരെ ഉണ്ടാകും. എന്നാൽ അതിനുശേഷം, ഇത് കണ്ണ് കേൾക്കേണ്ടത്, ഒരു ദിവസം 2 നക്ഷത്രം വരുന്നു എന്ന് പറയുന്നത്, അതിനുശേഷം ഭരണി നക്ഷത്രം ആരംഭിക്കുന്നുണ്ട്. അപ്പോൾ പകൽ പൂർണ്ണമായും, അപ്പോൾ ഇവിടെ മനസ്സിലാക്കേണ്ടത് ഈ 90% നാളെ അശ്വതി നക്ഷത്രത്തിൻ്റെ സ്വാധീനത്തിലാണെങ്കിൽ പോലും അന്നേ ദിവസം ഭരണി നക്ഷത്രം രാത്രിയിൽ വന്നു ചേരുന്നു. അതാണ് പറയുന്നത് ഒരു ദിവസം 2 നക്ഷത്രങ്ങൾ വരുമെന്നത്. ഇനിയെങ്കിലും അത് നിങ്ങളൊന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഇതിനോടൊപ്പം ചേരുന്ന തിഥിയുടെ പ്രാധാന്യം കൂടി നമ്മളിവിടെ കണക്കിലാക്കേണ്ടതുണ്ട്. അതായത് നാളെ ഒരു പകൽ 11 മണി കഴിഞ്ഞ് 23 മിനിറ്റ് വരെ ദശമിയാണ്. അതിനുശേഷം അതീവ പുണ്യപ്രദമായ ഏകാദശി തിഥി ആരംഭിക്കുന്നുണ്ട്. അപ്പോൾ വ്യാഴാഴ്ച ദിവസമാണ്, അശ്വതി നക്ഷത്രമാണ് ഏകാദശി തിഥി. ഇപ്പോൾ ഇത് ഒത്തുചേരുന്നത് കൊണ്ട് ഈ അവസ്ഥയെ നമുക്ക് ജ്യോതിഷപരമായി ത്രിവേണി സംഗമം എന്ന് വിശേഷിപ്പിക്കാവുന്നതാണ്. ഇപ്പോൾ മനസ്സിൻ്റെ കാരകനായ ചന്ദ്രൻ നാളെ ചൊവ്വയുടെ സ്വക്ഷേത്രമായ മേടം രാശിയിലാണ് സഞ്ചരിക്കുന്നത്. ഇനി ജ്ഞാനകാരകനായ ദേവഗുരു വ്യാഴത്തിൻ്റെ ശുഭദൃഷ്ടി കൂടി ഈ രാശിമേൽ പതിക്കുന്നതിനാൽ പ്രപഞ്ചത്തിൽ വലിയൊരു പോസിറ്റീവ് തരംഗം, പോസിറ്റീവായ ഊർജം നാളെ ഉടലെടുക്കും, അല്ലെങ്കിൽ സൃഷ്ടിക്കപ്പെടും. അപ്പോൾ നാളത്തെ രാഹുകാലം ഉച്ചയ്ക്ക് 1 മണി കഴിഞ്ഞ് 30 മിനിറ്റ് മുതൽ 3 മണി വരെ ആയിരിക്കും. അപ്പോൾ ഈ ഒരു 1.5 മണിക്കൂർ സമയം ശുഭകാര്യങ്ങൾക്ക് വർജിക്കേണ്ടതായ സമയമാണ്. ശുഭകരമായ ഒരു കാര്യങ്ങൾക്കും ഈ ഒരു സമയം നമുക്ക് അനുകൂലമായി എടുക്കാൻ സാധിക്കുകയില്ല എന്നതുകൂടി വ്യക്തമാക്കുകയാണ്. അപ്പോൾ ഈ സവിശേഷമായ ഗ്രഹവിന്യാസം കൊണ്ട് നാളത്തെ ദിവസം ഏറ്റവും വലിയ ഭാഗ്യയോഗങ്ങൾ വന്നെത്തുന്ന നക്ഷത്രക്കാരിലേക്ക് നമുക്കൊന്ന് കടക്കാം. അപ്പോൾ നാളത്തെ ദിവസം അശ്വതി, കാർത്തിക, രോഹിണി നക്ഷത്രക്കാരുടെ കാര്യം വരുമ്പോൾ ഇവിടെ നമുക്ക് ഓരോന്നായി നോക്കിയാൽ, അശ്വതി നക്ഷത്രത്തിൻ്റെ കാര്യത്തിലേക്ക് കടന്നാൽ നാളെ രാത്രി 10:48 വരെ നിങ്ങളുടെ ജന്മനക്ഷത്ര സ്വാധീനം നിങ്ങൾക്ക് വന്നു ചേരുന്നതിനാൽ നാളത്തെ ദിവസം പകൽ മനസ്സിൽ വിചാരിക്കുന്ന കാര്യങ്ങൾ തടസ്സമില്ലാതെ നടത്തി കിട്ടാൻ അശ്വതി നക്ഷത്രക്കാർക്ക് വളരെ എളുപ്പത്തിൽ സാധിക്കും. മനസ്സിൽ എന്ത് ആഗ്രഹമുണ്ടെങ്കിലും
അതൊക്കെ നിമിഷ നേരം കൊണ്ട് നമുക്ക് വന്നു ചേരും. ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഒരു വേനൽക്കാലത്ത് വരണ്ടുണങ്ങിയ നിലത്തേക്ക് അപ്രതീക്ഷിതമായി, അതായത് നമ്മൾ പ്രതീക്ഷിക്കാതെ മഴ പെയ്യുമ്പോൾ ആ മണ്ണിന് ഒരു കുളിർമ തോന്നാറില്ലേ? അതേപോലെ നിങ്ങളുടെ ജീവിതത്തിൽ തടസ്സപ്പെട്ട് കിടന്നതായ കാര്യങ്ങളൊക്കെ മാറി ആ തടസ്സം നീങ്ങുന്നതായ ഒരു ദിവസമായിരിക്കും നാളെ. അതേപോലെ മനസ്സിൽ ഒരുപാട് നാളുകളായി ഇങ്ങനെ അടിഞ്ഞുകൂടി കിടന്ന വിഷമങ്ങൾക്ക് ഒക്കെ ഒരു തണുപ്പ് വന്നു ചേരുന്നത്, അതായത് വിഷമങ്ങൾ പാടെ അലിഞ്ഞു പോയി, മനസ്സിന്ന് ഫ്രീ ആയി എന്ന് നമ്മൾ പറയില്ലേ, അങ്ങനെയുള്ളൊരു ദിവസമായിരിക്കും. അവസരങ്ങൾ ജോലിയുമായി ബന്ധപ്പെട്ടൊക്കെ നാളെ നിങ്ങളെ തേടി എത്തുന്നതായ ഒരു സുദിനമായിരിക്കും. ഇനി രണ്ടാമത് നമുക്ക് കാർത്തിക നക്ഷത്രത്തിൻ്റെ കാര്യം നോക്കിയാൽ, സൂര്യൻ്റെ തേജസ്വിയായ നക്ഷത്രം കാർത്തികയാണ്. അപ്പോൾ കാർത്തികയ്ക്ക് നാളെ അധികാര പദവികൾ വർദ്ധിക്കുന്ന ദിവസമായിരിക്കും. അതായത് സർക്കാർ കാര്യങ്ങളിൽ അനുകൂല തീരുമാനമുണ്ടാകാനും മേലുദ്യോഗസ്ഥരിൽ നിന്നൊക്കെ വലിയ പ്രശംസ നിങ്ങളുടെ പ്രവൃത്തി കൊണ്ട് നിങ്ങൾക്ക് പിടിച്ചു പറ്റാനൊക്കെ സാധിക്കുന്നതായ അനുകൂല ദിവസം. ഇനി മൂന്നാമത് വരുന്നത് രോഹിണി നക്ഷത്രമാണ്. ചന്ദ്രൻ്റെ സ്വന്തം നക്ഷത്രമാണല്ലോ രോഹിണി. അപ്പോൾ രോഹിണി നക്ഷത്രക്കാർക്ക് നാളെ ലക്ഷ്മി ദേവിയുടെ, അതായത് ധനലക്ഷ്മി ദേവിയുടെ പൂർണ്ണ കടാക്ഷം നിങ്ങളുടെ പ്രവൃത്തികളിൽ, നിങ്ങൾ എവിടെയുണ്ടോ അവിടെയൊക്കെ ലക്ഷ്മി കടാക്ഷം കൂടെ തുണയായി ഉണ്ടാകും. കൊടുക്കാനുള്ള കടങ്ങളൊക്കെ വീട്ടി തീർക്കാൻ ഒരു മാർഗം നമുക്ക് വേണം. ആ മാർഗം നിങ്ങളുടെ മുന്നിൽ വന്നു ചേരുന്ന ദിവസമാണ്. ബിസിനസ് ചെയ്യുന്നവരാണെങ്കിലും അപ്രതീക്ഷിത ലാഭം കൊയ്യാൻ നിങ്ങൾക്ക് നാളത്തെ ദിവസം വളരെയധികം സാധിക്കും. കാരണം ലക്ഷ്മി ഭഗവതി നിങ്ങളുടെ കൂടെ തന്നെ നാളെ അനുഗ്രഹമായി ഉണ്ടാകുന്ന ദിവസമായിരിക്കും. ഇനി അടുത്തത് ഗ്രഹങ്ങളുടെ അനുകൂല സ്ഥാനം കൊണ്ട് കുടുംബത്തിലും വ്യക്തിപരമായ ജീവിതത്തിലും വലിയ നേട്ടങ്ങൾ വരാൻ പോകുന്ന നക്ഷത്രക്കാരിൽ ആദ്യത്തെ നക്ഷത്രം മകയിരമാണ്. ഈ ചൊവ്വയുടെ ശക്തിയുള്ള മകയിര നക്ഷത്രക്കാർക്ക് നാളെ ഭൂമി സംബന്ധമായ ഇടപാടുകളൊക്കെ വളരെയധികം ലാഭമുണ്ടാകുന്നതാണ്. വിത്തുപാകി കാത്തിരുന്ന കർഷകനാണെങ്കിലും തക്ക സമയത്ത് വിളവ് ലഭിക്കുന്നത് പോലെ നിങ്ങളുടെ കുടുംബത്തിൽ ഉണ്ടായിരുന്നതായ സകലവിധ അസ്വാരസ്യങ്ങളുമൊക്കെ മാറി സമാധാനം നിങ്ങൾക്ക് തിരികെ വന്നു ചേരും. ആരോഗ്യസ്ഥിതിയും വളരെയേറെ മെച്ചപ്പെടുന്നതായ ഒരു ദിവസമാണ് നാളെ. ഇനി പൂരം നക്ഷത്രക്കാർക്ക്, അതായത് ശുക്രൻ്റെ സ്വാധീനമുള്ള നക്ഷത്രമാണ് പൂരം എന്ന് പറയുന്നത്. അപ്പോൾ പൂരം നക്ഷത്രക്കാർക്കും ദാമ്പത്യ ജീവിതത്തിൽ വലിയ കെട്ടുറപ്പുണ്ടാകുന്നതായ ഒരു ദിവസമാണ്. പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പരിഹരിക്കപ്പെടും. ഈ പങ്കാളിയുമായി ഉണ്ടായിരുന്ന ഏത് അകൽച്ചയാണെങ്കിലും ചെറുതോ വലുതോ ആകട്ടെ, നിങ്ങളാൽ പറഞ്ഞ് നിങ്ങൾക്ക് തന്നെ രമ്യതയിലാക്കാൻ സാധിക്കും. വീടുമായി ബന്ധപ്പെട്ട കാര്യങ്ങളോ അല്ലെങ്കിൽ വാഹനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളോ ഒക്കെ മനസ്സിൽ ആഗ്രഹിക്കുന്നുണ്ട് വാങ്ങണമെന്ന്, അതിനും നാളത്തെ ദിവസം അനുകൂലമാണ്. ഒരു പുതിയ തുടക്കമൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ. ഇനി അത്തം നക്ഷത്രത്തിന്, അതായത് ബുദ്ധി കൊണ്ട് പ്രവർത്തിക്കുന്ന, കൂർമ്മതയുള്ള അല്ലെങ്കിൽ ബുദ്ധി വളരെ കൂടുതലുള്ള കൂട്ടരാണ് അത്തം നക്ഷത്രക്കാരെന്ന് പറയുന്നത്. അപ്പോൾ വിദേശയാത്രയ്ക്കോ അല്ലെങ്കിൽ വിദേശ ജോലിക്കോ ശ്രമിക്കുന്നവരാണെങ്കിൽ അനുകൂലമായ മറുപടിക്ക് നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നാളത്തെ ദിവസം അത് വന്നു ചേരും. ഉന്നത വിദ്യാഭ്യാസം, ഹയർ സ്റ്റഡീസുമായി ബന്ധപ്പെട്ടൊക്കെ തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികൾക്കും നാളെ മികച്ച വിജയം ഉണ്ടാകുന്ന അല്ലെങ്കിൽ നിങ്ങൾക്ക് ശുഭവാർത്തയ്ക്ക് യോഗം കാണുന്നതായ ഒരു ദിവസം കൂടിയാണ് നാളെ. അപ്പോൾ അടുത്തതായി ചോതി നക്ഷത്രക്കാർക്ക്, രാഹുവിൻ്റെ നക്ഷത്രമാണ് ചോതി. അപ്പോൾ ചോതി നക്ഷത്രക്കാർക്കും അപ്രതീക്ഷിത കോണുകളിൽ നിന്ന്, അപ്രതീക്ഷിത മേഖലകളിൽ നിന്നൊക്കെ സഹായങ്ങൾ ലഭിക്കും. വഴിമുട്ടി നിന്നിരുന്ന ഒരവസ്ഥയിലാണിപ്പോൾ. എല്ലാം ഉണ്ടായിരുന്നു, പെട്ടെന്ന് എല്ലാം അങ്ങ് ബ്രേക്കായിപ്പോയി അല്ലെങ്കിൽ എല്ലാം അങ്ങ് സ്റ്റോപ്പായിപ്പോയത് ഒരവസ്ഥ. വലിയ വലിയ പ്രോജക്റ്റുകൾക്ക് വരെ എല്ലാം സാങ്ഷനായിരുന്നതാണ്. പെട്ടെന്ന് കാരണം എന്താണെന്ന് അറിയാൻ വയ്യ, എല്ലാം ഇപ്പോൾ ആകെ സ്റ്റോപ്പായി നിൽക്കുന്നു. അങ്ങനെ ഒരു അവസ്ഥയിൽ നിൽക്കുന്നവരാണെങ്കിൽ വേഗത്തിൽ നാളെ കാര്യങ്ങളെല്ലാം റണ്ണായി തുടങ്ങുന്ന ഒരു ദിവസമായിരിക്കും. കാര്യങ്ങളെയൊക്കെ വീണ്ടും ഒന്ന് പുനരാരംഭിക്കുവാൻ കഴിയുന്ന സാമ്പത്തിക ഭദ്രത കൈവരുന്ന ഒരു ദിവസം. അനിഴ നക്ഷത്രക്കാർക്കായാലും 7 ശനി മൂലം കഠിനമായ മാനസിക വിഷമതകൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന അനിഴ നക്ഷത്രക്കാർക്ക് നാളത്തെ ഏകാദശി പുണ്യവും വ്യാഴത്തിൻ്റെ ശുഭദൃഷ്ടിയും വലിയൊരു ആശ്വാസമായിട്ട് മാറും. ഇരുണ്ട തുരങ്കത്തിൽ നിന്ന് പെട്ടെന്ന് നമ്മൾ വെളിച്ചത്തിലേക്ക് ഇറങ്ങി വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു മാറ്റമുണ്ടല്ലോ, അല്ലെങ്കിൽ ആ ഒരു അനുഭവം ഉണ്ടല്ലോ, അതുപോലെ ഒരു അനുഭവം തന്നെയായിരിക്കും നാളത്തെ ദിവസം അനിഴം നക്ഷത്രക്കാർക്ക്. അടുത്തത് സൂര്യൻ്റെ നക്ഷത്രമായ ഉത്രാടമാണ്. ഉത്രാട നക്ഷത്രക്കാർക്ക് സാമൂഹ്യ രംഗത്ത്, രാഷ്ട്രീയത്തിലൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് വലിയ ജനപിന്തുണ, അംഗീകാരമൊക്കെ ഉണ്ടാകുന്നു. പിതൃസ്വത്തുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ, കേസ്, വഴക്ക്, പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതൊക്കെ രമ്യതയിലാക്കാനായി നാളത്തെ ദിവസം സാധിക്കും. നിങ്ങളുടെ വാക്കിന് നാളത്തെ ദിവസം ആരുടെ മുമ്പിലായാലും വളരെയധികം വില വന്നു ചേരുന്ന ഒരു സുദിനം കൂടിയായിരിക്കും. അപ്പോൾ ഇവിടെ ഞാൻ 9 നക്ഷത്രക്കാരെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ഈ 9 നക്ഷത്രക്കാർക്കും നാളെ ഈ ഗ്രഹചാരപ്രകാരം അതീവ ശ്രേഷ്ഠകരമായ ദിവസം തന്നെയാണ്. എങ്കിലും നാളത്തെ ദിവസത്തിൻ്റെ ഈ പൂർണ്ണമായ അനുഗ്രഹം അല്ലെങ്കിൽ ഫലങ്ങൾ നിങ്ങളിലേക്ക് സിദ്ധിക്കാനായിട്ട് ചില സ്വാത്വികമായ പരിഹാരങ്ങൾ കൂടി ഞാൻ നിങ്ങളിലേക്ക് പറഞ്ഞു തരാം.
ഒരു നിലവിളക്ക് കൊളുത്തുമ്പോൾ അതിൽ എണ്ണയും തിരിയും പാകമായാലേ വെളിച്ചം തെളിയൂ എന്ന് പറയാറില്ലേ? അതേപോലെ തന്നെയാണ് പരിഹാരങ്ങൾ കൂടി ചെയ്താൽ പൂർണ്ണമായി നമ്മളിലേക്ക് ഭാഗ്യവർദ്ധനവ് വന്നു ചേരും. അപ്പോൾ നാളെ വ്യാഴാഴ്ചയാണ്, ഏകാദശി ഒത്തുചേരുന്നതിനാൽ തന്നെ രാവിലെ കുളിച്ച് ശുദ്ധിയായിട്ട് അടുത്ത് വിഷ്ണു ക്ഷേത്രമുണ്ടെങ്കിൽ അല്ലെങ്കിൽ കൃഷ്ണക്ഷേത്രമായാലും മതി, അവിടെ ദർശനം നടത്തി ഭഗവാന് നിങ്ങളുടെ കൈകൊണ്ട് തന്നെ ഒരു തുളസിമാല കോർത്ത് ചാർത്തുന്നതായിരിക്കും ഏറ്റവും ശ്രേഷ്ഠം. സാധിക്കുമെങ്കിൽ നാളെ നിങ്ങൾക്ക് ഏകാദശി വ്രതം അനുഷ്ഠിക്കുന്നത് കൊണ്ട് ഉത്തമം തന്നെയാണ്. അതായത് 7 ജന്മങ്ങളിലെ പാപങ്ങളെ ഭസ്മീകരിച്ച് ഐശ്വര്യം തരുമെന്നാണ് പൗരാണിക ഗ്രന്ഥവിധി പ്രകാരം പറയുന്നത്. അപ്പോൾ ഒന്ന് ചിന്തിച്ചു നോക്കിയാട്ടെ, ഒരു വ്രതം കൊണ്ട് നമുക്ക് ലഭിക്കുന്നതായ ആ പുണ്യം എത്രത്തോളം വലുതാണെന്ന്. ഭവനങ്ങളിൽ വിഷ്ണു സഹസ്രനാമം നാളത്തെ ദിവസം ചൊല്ലുന്നതും മറ്റുള്ളവർ ശ്രമിക്കുന്നതുമൊക്കെ വളരെയധികം ഉത്തമവും അതേപോലെ പുണ്യകരവുമായ പ്രവൃത്തിയാകുന്നുണ്ട്. അപ്പോൾ ഈ ജ്യോതിഷ ഗണിതപ്രകാരമുള്ള അറിവുകൾ നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു വെളിച്ചമായി തീരട്ടെ എന്ന് ആശംസിക്കുന്നു. ഭഗവാൻ മഹാദേവനോട് പ്രാർത്ഥിക്കുന്നു. മറ്റൊരു അധ്യായവുമായി വീണ്ടും കാണുന്നതുവരെ നന്ദി, നമസ്കാരം.